Hello friends, this is Razik. നമ്മുടെ HTML, CSS, JavaScript സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോയിൽ നമ്മൾ നമ്മുടെ കോഡ് എഡിറ്ററിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ സാമ്പിൾ ഫസ്റ്റ് വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. ഇനി നമ്മൾ എന്താ പറയുക, ഒഫീഷ്യലായിട്ട് നമ്മൾ തൊട്ടടുത്ത വീഡിയോ മുതൽ HTML ആണ് നോക്കി തുടങ്ങുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല, കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ളത്. നമുക്ക് എന്താണ് IP അഡ്രസ്സ് എന്നും എന്താണ് ഇൻ്റർനെറ്റ് എന്നും എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, എന്താണ് ക്ലയൻറ്റ്, വാട്ട് ഈസ് എ സെർവർ, പിന്നെ വാട്ട് ഈസ് IP അഡ്രസ്, എന്താ പറയുക, നമ്മളെങ്ങനെയാണ് വെബ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്, വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജസ്റ്റ് youtube.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക്, നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വരുന്ന ഈ പ്രോസസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഇച്ചിരി തിയറിയാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ അത് ഞാനൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി എൻഗേജിങ് ആയിരിക്കും. ജസ്റ്റ് ഈ വീഡിയോയിൽ നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ, ഒട്ടും വേറെ കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് ആ തിയറി പാർട്ട് അങ്ങോട്ട് തീർക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നുകൂടി, ഞാനൊരു ചിത്രകാരനൊന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്നൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്ക്രീനിൻ്റെ മോണിറ്ററിൽ ഡ്രോ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വേഗം സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് തുടങ്ങാം. ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല, എനിക്ക് കുറച്ച് കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെയൊക്കെ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഹോസ്പിറ്റൽസിലോ സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ എവിടെ പോയാലും അവിടെയൊക്കെ ഈ നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറും വേറെ ഒരു കമ്പ്യൂട്ടറും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് സിസ്റ്റവും, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ CPU ഒക്കെ ഉണ്ട്, നിങ്ങൾ സാധാരണ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിചാരിച്ചാൽ മതി. ഈ കമ്പ്യൂട്ടറിലുള്ള, ഇപ്പോൾ ഇത് PC നമ്പർ 1 ആണ്, ഇത് PC നമ്പർ 2 ആണ്. ഈ രണ്ട് കമ്പ്യൂട്ടറിലെയും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആക്സസ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് കമ്പ്യൂട്ടറുകളും ഒരു നെറ്റ്വർക്കിലാണ് ഉള്ളത് എന്നുള്ളത്. ബേസിക്കലി ഇതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഒരു കമ്പ്യൂട്ടറിലെ വിവരം മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇഥർനെറ്റ് കേബിൾ എന്ന് പറയും. ഇഥർനെറ്റ് കേബിൾ വഴി കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക്കലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് അതിലുള്ള കമ്പ്യൂട്ടേഴ്സിന്, അതിലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾക്ക് നമുക്ക് ജനറലി പറയാം. കാരണം PC മാത്രമായിരിക്കില്ല, റൂട്ടർ ഉണ്ടാവും, മോഡം ഉണ്ടാവും, ബൂസ്റ്റർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളൊക്കെ ഉണ്ടാവും. അതിലേത് ഡിവൈസ് ആണെങ്കിലും ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനൊരു IP അഡ്രസ്സ് കിട്ടും. അതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ IP അഡ്രസ്സ് ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. അതിൽ 4 നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക, 1 2 3 4. ഓരോ നമ്പറും 0 to 255 വരെയുള്ള റേഞ്ചുള്ള നമ്പേഴ്സ് ഇതിൽ ഓരോ സെക്ഷനിലും ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 192.168.1.1 എന്നാണ് ഈ PCയുടെ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ PCയുടെ IP അഡ്രസ്സ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ 192.168.1.2 എന്നായിരിക്കും ഇതിൻ്റെ IP അഡ്രസ്സ്. അങ്ങനെ ഈ IP അഡ്രസ്സുകൾ നോക്കിയിട്ടാണ് ഏത് PC ആണ് ഈ നെറ്റ്വർക്കിലുള്ളത് എന്ന് ഈ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ് തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ് ഓരോ PCനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യണേ. ഇപ്പോൾ IP അഡ്രസ്സ് എന്താണ്, ബേസിക്കായിട്ട് നെറ്റ്വർക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 2 or 3 PC ഒന്നും അല്ല, നമ്മുടെയൊക്കെ കോളേജുകളിലും സ്കൂൾസിലും അതുപോലെ സ്റ്റാഫ് റൂമിലും മറ്റ് പല സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ കോർപ്പറേറ്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ IT ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഹാർഡ്വെയർ, അങ്ങനെയുള്ള ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് PCs ഉണ്ടാവും, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ പല ബിൽഡിങ്ങുകളിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും, നെറ്റ്വർക്കിംഗ് ആയിരിക്കും. ഇതിനാണ് നമ്മളൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുക. ലോക്കൽ ഏരിയ തന്നെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ കെട്ടിടത്തിനുള്ളിൽ, ഇതിപ്പോൾ ഒരു ബിൽഡിംഗ് ആയിരിക്കുമല്ലോ, അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ഈ കണക്ഷൻ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിസിക്കലി തന്നെ ജിയോഗ്രഫിക്കലി വേറെ എവിടെയെങ്കിലും ഉള്ള വേറൊരു കോർപ്പറേറ്റ് ഓഫീസ്, ഇതേ കമ്പനിയുടെ തന്നെ വേറെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിനെ നമ്മൾ LAN എന്ന് പറയും. പക്ഷേ ഈ രണ്ട് ലാനുകളെയും തമ്മിൽ കണക്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത് എന്തായി, ഇതൊരു വാനായി, വൈഡ് ഏരിയ നെറ്റ്വർക്കായി. സിമ്പിളാണ്. ആ കൺസെപ്റ്റ് ഒന്നും കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലുള്ള ഓരോ കമ്പ്യൂട്ടറിനും ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഒരു യുണീക്ക് IP അഡ്രസ്സ് ഉണ്ടായിരിക്കും.
മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കിയത് നെറ്റ്വർക്ക് എന്താണ് എന്നാണ് നമ്മൾ നോക്കിയത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ്? ഒരു ജോഗ്രഫിക്കലി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, അങ്ങനെ ചെറിയ ജോഗ്രഫിക് ഏരിയൻ്റെ ഉള്ളിലുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനം. അങ്ങനെയുള്ള പല നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളിൽ ജോഗ്രഫിക്കലി ഭൂമിയുടെ പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളതിനെ കണക്ട് ചെയ്യുമ്പോൾ അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നായി. ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്കുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇതും ഡിലീറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്കുകളുടെ ഈ ഒരു വലിയ നെറ്റ്വർക്ക്, ഈ എല്ലാ നെറ്റ്വർക്കുകളെയും അതിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, എന്തൊക്കെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളുണ്ടോ അതിൻ്റെ എല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ടാവും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക്. ഇതിപ്പോൾ ഒരു ലാൻ ആയിരിക്കാം, ഇത് വേറൊരു ലാൻ ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടൊരു വാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു വാനാണ്. ഇങ്ങനെയുള്ളൊരു വാൻ ഉണ്ടായിരിക്കും. ഇവിടെ ഒരാളുടെ മൊബൈൽ ഫോൺ ഉണ്ടാവും, ഇവിടെ ഒരാളുടെ ടാബ്ലറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു PC ഉണ്ടാവും, ഇവിടെ ഒരു PC ഉണ്ടാവും, ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ തിയറിയാണ്. ഇതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് നമ്മൾ ഇൻ്റർനെറ്റിന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ആക്ച്വലി ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, അല്ലേ? ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താ? നിങ്ങൾക്ക് facebook.com എന്ന് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തു. ഇതാണ് URL എന്ന് പറയുന്നത്. നമുക്കൊരു വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെയാണ് നമ്മൾ URL എന്ന് വിളിക്കുക. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഇതിൻ്റെ എന്താ പറയുക എക്സ്പാൻഡഡ് ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു URL ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുമ്പോൾ ബ്രൗസർ എന്താ ചെയ്യുന്നത് ആക്ച്വലി എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറുകളിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഒരു യുണീക്ക് നമ്പർ ഉണ്ട്, അതാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ നമ്മളിവിടെ IP അഡ്രസ്സ് അല്ല, നമുക്കൊരു കമ്പ്യൂട്ടറിൽ വേറൊരു കമ്പ്യൂട്ടറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, അവിടെയാണ് ഫേസ്ബുക്ക് കിടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെ വലിയ ഡാറ്റാ സെൻറ്ററുകളിലാണ് ഫേസ്ബുക്കിൻ്റെ ആയാലും ഗൂഗിളിൻ്റെ ആയാലും യൂട്യൂബിൻ്റെ ഒക്കെ വലിയ ഒരുപാട് സെർവറുകളുള്ള ഡാറ്റാ സെൻറ്റേഴ്സിലാണ് അവരുടെ ഡാറ്റ ഒക്കെ അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് അവരുടെ ഈ വെബ്സൈറ്റ് ഇരിക്കുന്നത്. ഈ സെർവറിനൊക്കെ ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക 8.8.8.6 അങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ ഉള്ള IP അഡ്രസ്സിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്കറിയുന്നത് facebook.com എന്നാണ്. ബ്രൗസറിന് പക്ഷേ IP അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രൗസർ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇവിടെ വേറെ ഒരു ഗ്ലോബൽ സെർവർ ഉണ്ട്. ഒന്നിൽ കൂടുതൽ സെർവറുകൾ ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയാം. കുറേ ഡൊമൈൻ നെയിം സെർവറുകൾ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലെന്താണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ facebook.com എന്ന് പറയുന്ന ഈ ആൽഫബറ്റ്, ഈ കളക്ഷൻ ഉണ്ടല്ലോ, ഈ പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഏതാണെന്ന് ഈ സെർവറുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രൗസർ ആദ്യം എന്ത് ചെയ്യുന്നു? facebook.com എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ DNSലേക്ക് പോകും, ഡൊമൈൻ നെയിം സെർവറിലേക്ക് പോകും, DNS. അവിടെ പോയിട്ട് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഈ കാണുന്ന IP അഡ്രസ്സ് ഇല്ലേ, അത് കിട്ടും ഫേസ്ബുക്കിൻ്റെ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസറിന് IP അഡ്രസ്സ് ഇവിടെ തിരിച്ചിങ്ങോട്ട് IP അഡ്രസ്സ് കിട്ടും. ഇവിടുന്ന് URL പോകുന്നു, ഇവിടെ മാച്ച് ചെയ്ത് നോക്കുന്നു, IP അഡ്രസ്സ് കിട്ടുന്നു. IP അഡ്രസ്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ആ സെർവറിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയാൽ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിലേക്ക് കണക്ട് ചെയ്യുന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ HTTP റിക്വസ്റ്റ് എന്ന് പറയുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ റിക്വസ്റ്റ് എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിങ്കാണ്. എല്ലാം ലിങ്കല്ലേ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ലിങ്കാണ്. ഒരു URL എന്ന് പറയുമ്പോൾ ഒരു ലിങ്കാണ്. ഓരോ പേജിലും കാണുന്ന ഓരോ ലിങ്കുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെ നമ്മൾ വിവരം ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുന്ന പ്രോട്ടോക്കോൾ, സെറ്റ് ഓഫ് റൂൾസ്, അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ അതിൻ്റെ ഒരു റിക്വസ്റ്റാണ് ബ്രൗസർ കൊടുക്കുക ഇവിടേക്ക്. ഇനി ഇത് ഇവിടെ വെബ് സെർവറിലേക്ക്, ഇതിൻ്റെ ഉള്ളിൽ സെർവറുകൾ ഉണ്ടായിരിക്കും. ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് സൂക്ഷിച്ചിട്ടുള്ള സെർവർ വെബ് സെർവർ എന്നാണ് അറിയപ്പെടുക. ഏതിൻ്റെയും വെബ്സൈറ്റുകൾ സൂക്ഷിക്കുന്ന ആ സെർവറിന് വെബ് സെർവർ എന്നാണ് അറിയപ്പെടുക. അതിനുള്ളിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതും വെബ് സെർവർ തന്നെ അറിയപ്പെടുക. ഹാർഡ്വെയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മെഷീനെ പറയുന്നത് വലിയ ഈ ഫിസിക്കൽ എന്താ പറയുക
മെഷീനുകളെ നമ്മൾ വെബ് സെർവർ എന്ന് പറയും. അതുപോലെ ഇമെയിൽസ് ആണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇമെയിൽ സെർവർ എന്ന് പറയും. അങ്ങനെ ഓരോ പർപ്പസിനനുസരിച്ച് ഓരോ തരം സെർവറുകൾ ഉണ്ടായിരിക്കും. അതിന് മാനേജ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ അതിൻ്റെ സെർവർ എന്ന് തന്നെയാണ് പറയുക. വെബ് സെർവർ, മെയിൽ സെർവർ, സോഫ്റ്റ്വെയർ എന്നൊക്കെ തന്നെയാണ് പറയുക. ഈ വെബ് സെർവർ ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു യോഗ്യത ഈ യൂസർക്ക് നമ്മളിവിടെ ക്ലയൻറ്റ് എന്നാണ് പറയുക. ക്ലയൻറ്റിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പെർമിഷനൊക്കെ നമുക്കുണ്ടെങ്കിൽ, സെക്യൂരിറ്റി പ്രോട്ടോക്കോളൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ facebook.com എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതൊക്കെ ഇങ്ങോട്ടൊരു റെസ്പോൺസ് ആയിട്ട് വിടും. ഇതിനാണ് നമ്മൾ HTTP റെസ്പോൺസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് നമ്മുടെ ബ്രൗസർ ഇതിലെന്താ ഉണ്ടാവുക എന്ന് നോക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റെസ്പോൺസിൻ്റെ ഉള്ളിൽ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ എന്താ ഉണ്ടായിരിക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പോലെയുള്ള HTML, CSS, JavaScript വേർഷൻ ഫയലുകളാണ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വിടുക. ഈ ഫയലുകളാണ് ഇങ്ങോട്ട് എത്തുക. ആ ബ്രൗസറിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ HTML നോക്കും, CSS സ്റ്റൈൽ ചെയ്യും, JavaScript ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് അത് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ facebook.com എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ നെയിം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് നമ്മുടെ ലോഗിൻ പേജ് ആയിരിക്കും. അവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ്, യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് റിക്വസ്റ്റ് വീണ്ടും പോകും. അതാണ് വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റും റെസ്പോൺസിൻ്റെ ഒരു സൈക്കിളാണ് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ചെക്ക് ചെയ്യണം ഈ യൂസർ നെയിമും പാസ്വേഡും രജിസ്റ്റേർഡ് ആണോ എന്ന്. അത് ചെയ്യാൻ ഇവിടെ ഒരു പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രൗസറിൽ കാണിക്കുന്നതിനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമ്മൾ HTML, CSS, JavaScript എന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് ഇവിടെയുള്ള ഈ ചെക്കിങ്ങും ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ ഡാറ്റാബേസുകളുണ്ട്. അവിടെയാണ് യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഡാറ്റാബേസ് ഇൻവോൾവ് ആണ് ഇവിടെ. ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഇത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ PHP അതിന് ഉപയോഗിക്കും, അതുപോലെ പൈത്തൺ ഉപയോഗിക്കും, അതുപോലെ തന്നെ JSP ഉപയോഗിക്കും, ASP ഉപയോഗിക്കും, Node.js ഉപയോഗിക്കും. അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ പറയുന്നതാണ് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അത് സെർവറിലാണ് ചെയ്യുന്നത്, അത് ഇങ്ങോട്ട് വരില്ല, ബ്രൗസർ അത് പ്രോസസ്സ് ചെയ്യേണ്ട. സെർവറിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അതുപോലെ അവിടെ ഫയൽ HTML, CSS, JavaScript ഇങ്ങോട്ട് വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയും. ഇവിടെ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ലാത്ത, സെർവർ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ലാത്ത. പക്ഷേ മിക്കവാറും എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. ഗൂഗിൾ ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമ്മൾ എപ്പോഴും കാണുന്ന വെബ്സൈറ്റ് തന്നെയാണോ ഫേസ്ബുക്കിൽ പോയി അപ്പോൾ കാണുന്നതല്ല. നമ്മുടെ ഫീഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മൾ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റുകൾ കാണും, നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്, നമുക്ക് ടാഗ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഫിക്സഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലല്ലോ. അതുകൊണ്ട് അത് ഡൈനാമിക് വെബ്സൈറ്റ് ആണ്. ഡൈനാമിക് വെബ്സൈറ്റുകൾക്ക് ഇതുപോലെയുള്ള ഡാറ്റാബേസുകളും അതുപോലെ ഇതുപോലുള്ള സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളൊക്കെ വേണം. കാരണം അത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് അതിനനുസരിച്ചുള്ള HTML, CSS, JavaScript ഫയലുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് റെസ്പോൺസ് വഴി ഇങ്ങോട്ട് വിടുന്നു. എന്നിട്ട് നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നു, നമുക്ക് ബ്രൗസ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോയത്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് റീകോൾ ചെയ്ത് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് നെറ്റ്വർക്കിംഗ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു കമ്പ്യൂട്ടറും വേറെ കമ്പ്യൂട്ടറും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, കണക്ട് ചെയ്ത് ആ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ആക്സസ് ചെയ്യാനും കഴിഞ്ഞാൽ ആ രണ്ട് കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കിലാണെന്ന് പറയാം. അതിന് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ IP അഡ്രസ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അങ്ങനെയുള്ള ലാനുകളിലാണ് പല ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ ഒരു ലാനുണ്ട്, ഇവിടെ ഒരു ലാനുണ്ട്, ഇതിനെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും, വാൻ എന്ന് പറയും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. പിന്നെ അങ്ങനെയുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ, ഇതിപ്പോൾ ലാനുണ്ട്, കുറേ കമ്പ്യൂട്ടറുകൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതെല്ലാം കൂടി വാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലുള്ള ലാനുകളെ കൂട്ടിയിട്ട്. അങ്ങനെ പല ഡിവൈസുകളുണ്ട്, മൊബൈലുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നു. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് അത് അറിയപ്പെടുക, ഇൻ്റർനെറ്റ്. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ് പറയുക. ഇത് ക്ലയൻ്റാണ്, ഇത് സെർവറാണ്. ഓക്കെ, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ് പറയുക. അപ്പോൾ ഒരു ക്ലയൻറ്റ് facebook.com എന്നുള്ളത് റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. HTTP റിക്വസ്റ്റ് ആയതുകൊണ്ട് facebook.comന് അതിൻ്റെ കറസ്പോണ്ടിങ് സെർവറിൻ്റെ IP അഡ്രസ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ DNS, ഡൊമൈൻ നെയിം സെർവറിലേക്ക് പോകുന്നു. എന്നിട്ട് അതിൻ്റെ IP അഡ്രസ്സ് ഇതാ ഇവിടെ നമുക്ക് കിട്ടുന്നു. എന്നിട്ട് ആ IP അഡ്രസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കുന്നു. ആ റിക്വസ്റ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് HTML, CSS, JavaScript ഫയലുകളുടെ രൂപത്തിൽ ഇങ്ങോട്ട് മെഷീനിലേക്ക്, ബ്രൗസറിലേക്ക് കിട്ടുന്നു. അത് ചെയ്യുന്ന ഈ ലാംഗ്വേജുകളൊക്കെയാണ്, ഈ കാണുന്ന ലാംഗ്വേജുകളെ എന്താണ് നമ്മൾ പറയുക, ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയും. ഓക്കെ, ഫ്രണ്ട് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിന് പറയുക, ഫ്രണ്ടിൽ ബ്രൗസറിൽ കാണിക്കുന്നതിനെ. നേരെ മറിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ നോക്കലും എടുക്കലും അതിനനുസരിച്ച് ഡാറ്റ ഫോർമാറ്റ് ചെയ്യലൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആവശ്യമാണ്. അതാണ് PHP, പൈത്തൺ,
ഈ കാണുന്ന പൈത്തൺ, ജാവ സെർവർ പേജസ്, നോഡ് JS, ആക്റ്റീവ് സെർവർ പേജസ് മൈക്രോസോഫ്റ്റിൻ്റെ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അതൊക്കെ. ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് വെബ് സെർവർ ആയിരിക്കും. ഇവിടെ ഒരു ഡാറ്റാബേസ് സെർവർ വേറെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഡാറ്റാബേസിൽ നിന്നൊക്കെ ഡാറ്റ എടുത്തു നമ്മുടെ ലോജിക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നൊരു വെബ്സൈറ്റുകൾ എപ്പോഴും ഡൈനാമിക് ആയിരിക്കും. അതിന് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയും. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത അതിൽ വെബ് സെർവറിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ആയിട്ട് ഈ HTML-ഉം CSS-ഉം JavaScript ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അതുപോലെ ഇങ്ങോട്ട് വിട്ടാൽ മതി. അത്തരം വെബ്സൈറ്റുകളെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒന്നുകൂടി കാണുക, എന്നിട്ട് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഞാനിപ്പോൾ അതൊന്ന് വിശദീകരിച്ച് തരാം. ജസ്റ്റ് ആ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ളത് നോക്കി. 2 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നെറ്റ്വർക്ക് എന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ എന്താണ് LAN എന്ന് നോക്കി. അതേപോലെ തന്നെ നമ്മൾ എന്താണ് IP അഡ്രസ്സ് എന്ന് നോക്കി. അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻ്റർനെറ്റ് എന്താണ് എന്ന് നോക്കി. ഇതുപോലെയുള്ള നെറ്റ്വർക്കുകളുടെ വലിയൊരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എന്താണ് ക്ലയൻറ്റ് എന്ന് നമ്മൾ കണ്ടു. നമ്മളൊരു യൂസറാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു സെർവർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. വെബ്സൈറ്റ് സെർവ് ചെയ്ത് ക്ലയൻറ്റിന് സെർവ് ചെയ്ത് കൊടുക്കുന്ന സെർവറിനെ വെബ് സെർവർ എന്നും, ഡാറ്റാബേസ് ആണ് സെർവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് സെർവർ എന്നും, അങ്ങനെ ഓരോ പർപ്പസിനനുസരിച്ചുള്ള സെർവറുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയക്കുന്നതിനെ നമ്മൾ HTTP റിക്വസ്റ്റ് എന്നാണ് പറയുക എന്ന് നമ്മൾ കണ്ടു. HTTP റിക്വസ്റ്റ് നേരെ പോകുന്നത് IP അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡൊമൈൻ നെയിം സെർവറിലേക്കാണ് പോകുന്നത്. ഡൊമൈൻ സെർവറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ ആ IP അഡ്രസ്സിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു. അതാണ് HTTP റിക്വസ്റ്റ് എന്ന് നമ്മൾ കണ്ടു. ആ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വെബ് സെർവർ എന്ത് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നത് ബ്രൗസറിലേക്കാണ്. അത് HTTP റെസ്പോൺസ് ആണ് അതിന് വിളിക്കുക എന്ന് നമ്മൾ കണ്ടു. ഇതുപോലെ ഈ സെർവർ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡൈനാമിക്കായിട്ട് എപ്പോഴാണ് മാറ്റങ്ങളോട് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയും. അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല, നമുക്ക് റെസ്പോൺസിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഡിസൈനും ഇൻഫർമേഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഈ പറയുന്ന ഓരോ ടേംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് പറയുക, കമൻറ്റ് വഴി പറയുക. അപ്പോൾ ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെനിക്ക് കഴിയുന്ന രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണ് ഒരു ക്ലയൻറ്റ്, എന്താണ് ഒരു സെർവർ, അതിൻ്റെ ഇടയിലുള്ള HTTP റിക്വസ്റ്റ് എന്താണ്, HTTP റെസ്പോൺസ് എന്താണ്, അതുപോലെ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ എന്താണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്, എന്താണ് നെറ്റ്വർക്ക് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടിക്കാണും. ഇത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്ന കുറേ കൺസെപ്റ്റുകളാണ്. അതിനു മുമ്പ് നമ്മൾ HTML ഫയൽസിനെ കുറിച്ചും CSS ഫയൽസിനെ കുറിച്ചും JavaScript ഫയലിനെ കുറിച്ചും പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അവിടെ ആ ഫയലുകളാണ് ഇങ്ങോട്ട് ബ്രൗസറിലേക്ക് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് മുമ്പായിട്ട് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വാസമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്കിത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ ഈ ചാനൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സീരീസ് സ്വഭാവമുള്ളൊരു ചാനലല്ലേ, നമുക്കിങ്ങനെ കോഴ്സ് പോലെ ഓരോ എപ്പിസോഡായിട്ട് വരുന്നതല്ലേ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈലിൽ കാണുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ചാനലാണ് നമ്മുടെ എന്നാണ് എനിക്ക് വിശ്വാസം. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിശ്വാസം അതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാണ് ആ ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഓരോ സമയത്തും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ട, ഒരുപാട് പേര് നിങ്ങളോട് പറയുന്നതാണ് ബെല്ലൈക്കൺ അമർത്തു, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്ന ആ തരത്തിലുള്ളൊരു ചാനലാണിത്. കാരണം ഓരോ എപ്പിസോഡും പ്രീവിയസ് എപ്പിസോഡിൻ്റെ ബാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഉപകാരപ്രദമായിരിക്കും തോന്നുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒഫീഷ്യലി ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് HTML നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ സിൻടാക്സും കീവേഡ്സും അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ റൂൾസും അതിൻ്റെ കണ്ടീഷൻസും റെഗുലേഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട്
നിർബന്ധപൂർവ്വം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ വാക്കുകൾ, കുറേ വേർഡ്സ്, കുറേ ക്ലോസസ്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തെറ്റ് വരുത്താൻ പാടില്ല. അപ്പോൾ എറർ വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പക്കായിട്ട് നോക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് HTML കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത്രയും സമയം ഇത് കണ്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.